ഹലോ. അപ്പം ഇന്ന് തൊട്ട് ഞാനൊരു ട്രിപ്പിലാണ് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ വഴിയേ നിങ്ങളോട് പറയാം. അപ്പോൾ ഇന്ന് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് മണാലിയിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് ഇവിടുത്തെ സർവീസ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 ദിവസം ഒരു 2 നൈറ്റും 3 ഡേയും നമ്മളിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മണാലിയിലോട്ടാണ് വന്നത്. പിന്നെ നമ്മളിവിടെ ഹോട്ടൽ വന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇറങ്ങിയത് തലേ ദിവസം നൈറ്റ് 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മൾ ബസ്സിലാണ് വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ വന്നതിന് ശേഷം ഇങ്ങ് കയറി ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷായി, ഡ്രസ്സപ്പ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകേണ്ട സ്ഥലം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ റൂം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റൂം ഒന്ന് കണ്ടാലോ. ഇത് വരുമ്പോൾ ഇതാണ് ബാത്റൂം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഡ്രസ്സ് വയ്ക്കാം. ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബെഡ്, ചെയറുണ്ട്, TV. എൻ്റെ ക്രിക്കറ്റ് പ്രേമിയായിട്ടുള്ള ഭർത്താവ് വന്നപ്പോൾ തന്നെ ക്രിക്കറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റൂമിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്, ബാഡായിട്ട് പറയാൻ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം. ബാക്കി സർവീസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പോവേണ്ട സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതെവിടെയാ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് പോയിട്ട് കാണാം. ബൈ. അപ്പോൾ ആദ്യം പോയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡിംബ ദേവി ടെമ്പിളിലാണ്. ഇത് നമ്മൾ മണാലിയിൽ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ 1553 രാജാവ് ബഹദൂർ സിംഗ് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഹിഡിംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമൻ്റെ ഭാര്യയാണ് ഹിഡിംബ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മുഴുവനും മരം കൊണ്ടിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരു പഗോഡ സ്റ്റൈലിലാണിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചുറ്റും കുറേ ദേവദാരു മരങ്ങളെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണയായിട്ട് ടെമ്പിളിൽ എപ്പോഴും ആരാധിക്കുന്നത് ഒരു രൂപത്തെ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, പാറകളെയാണ് ഇവർ പൂജിക്കുന്നത് കേട്ടോ. പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ നോട്ട്ബുക്ക് സിനിമ പോലത്തെ ഒരു സ്ഥലം കണ്ടോ ഗൈസ്. അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതയ്ക്കും. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് സോ ഈസി. അതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട്. സൗണ്ട് കേൾക്കുമ്പോഴും കിതയ്ക്കുമ്പോഴും മനസ്സിലാവുന്നില്ലേ. ഓക്കെ, വഴിയരികിൽ നമുക്ക് ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവർ സ്വന്തമായിട്ട് കൈകൊണ്ട് തുന്നി ഉണ്ടാക്കുന്നതാണ്. പൂക്കളും പിന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ്, പിന്നെ തൊപ്പി, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ സ്വെറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ അമ്പലത്തിലൊക്കെ ഈ നാള് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കില്ലേ, അതേപോലെ ഒരു സംഭവം കണ്ടു. ഇതെന്താണ്, അതാണോ ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ട് വഴിയരികിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് മുമ്പേ അറിയില്ലാത്തത് കൊണ്ട് എന്താണ് മുകളിലെന്ന് കാണാൻ വേണ്ടി ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നേ. കുറച്ച് വഴിയരികിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഏകദേശം എത്തിയ പോലെ തോന്നുന്നുണ്ട്, എന്നാലും കിതച്ചു. ഇന്നത്തേക്കായി. ഓക്കെ, ഇനി നമുക്ക് അങ്ങേറ്റവും മുകളിലെത്തുമ്പോൾ കാണാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതുപോലെ പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എൻ്റെ കണ്ണിൽ പെട്ടു. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇടുന്നത് കാണാം. കുഞ്ഞിലൊക്കെ നമ്മൾ ഇതേപോലെയൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ ഒരു ഡ്രസ്സ് ഇടാൻ. ഇവരെങ്ങനെയാണ് ഇടുന്നത്, നമുക്കിത് സാധിക്കുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയാൻ വയ്യാമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശേഷം പറഞ്ഞു തരാം, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് ഇവർ ഒറിജിനലായിട്ട് പെയിൻറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. കാര്യം നമ്മൾ ഇങ്ങനെ ഒറിജിനൽ പെയിൻറ്റ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു നല്ല രസമല്ലേ. കണ്ടേ, ഇതേപോലെ വഴിയരികിൽ ഒരേ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇങ്ങനെ വച്ചേക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തും സെയിം പാറ്റേണിലുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. ഇനിയാണ് യാക്ക് കേട്ടോ. ഇതാണ് യാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കയറണമെങ്കിൽ 100 രൂപയാണ്. കുറച്ച് ദൂരം മാത്രമേ ഇവർ നടക്കുകയുള്ളൂ കേട്ടോ, ഒരുപാട് ദൂരമൊന്നും ഇല്ല. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യാക്കാണെന്നുള്ളത്. ഇതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവർ കൊണ്ടുപോയത് ഒരു ആടാണ്, അതിൻ്റെ ബക്കറ്റിലകത്തിരിക്കുന്നത്.
ഇരിക്കുന്നത് മുയലാണ്. ഈ ബാക്ക് സൈഡിൽ കാണുന്നൊക്കെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നവരാണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാണ് ഹിഡിംബ ടെമ്പിൾ. അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ മൃഗബലി നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം അങ്ങനെ വലുതായിട്ടില്ല. അപ്പോൾ മെയ് മാസത്തിൽ ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും വന്നിട്ട് പൂജ ചെയ്യും, നൃത്തം, അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഈ ഒരു അമ്പലം നല്ല സൂപ്പറാക്കും. എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചെടുത്ത കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞങ്ങളുടെ 2 പേരും ഡ്രസ്സ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ അടുത്ത് തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. നെക്സ്റ്റ് പോയതാണ് യാക്കിൻ്റെ മണ്ടയിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതും വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. ഇതും 100 രൂപയാണ് കേട്ടോ. വളരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും റേറ്റിലാണ് ഇവിടെ സംഭവങ്ങൾ വെച്ചേക്കുന്നത്. പക്ഷെ ഒത്തിരി ദൂരമൊന്നുമില്ല. വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ കൂടുതലും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വന്ന് കുറേ പേര് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയാണ് നമുക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വഴിയരികിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരു സംഭവം നമ്മുടെ കണ്ണിൽ പെട്ടു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇതുപോലെ ഒരു കൂപ്പൺ തന്നിട്ട് പറഞ്ഞു ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരിക്കും, പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, ചുമ്മാ പോവല്ലേ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിലാണ് തന്നത്. എൻ്റെ ബർത്ത് സെലക്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിലാണ് തന്നത്. സോ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് രണ്ടാമതും വേറൊരു കാർഡ് അടുപ്പിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി കേട്ടോ. കാര്യം ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു സംഭവം തരിക. അപ്പോൾ അതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. കാര്യം ഇവർ നമ്മളെ കൊണ്ട് മാക്സിമം എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം നെക്സ്റ്റ് എടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഇതേപോലെ നോക്കുമ്പോൾ നമുക്ക് ആ പ്രൈസ് അടിച്ചു എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് പറഞ്ഞു 1 മണിക്കൂർ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ക്ലാസ് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടാണെങ്കിൽ ഇരിക്കാനും വയ്യ. ക്ലാസ് വേറൊന്നുമല്ല, ഇവർ പറയുന്നത് കുറേ പാക്കേജ് കാര്യങ്ങൾ ഇവിടെ ഇത്ര രൂപയ്ക്കാണ് പാക്കേജ് കിട്ടുന്നത്, ഞങ്ങൾ ആ രൂപയ്ക്കല്ല കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ മാസം തോറും EMI അടയ്ക്കണം, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ ഒരു 1.5 മണിക്കൂർ അതിനകത്തിരുന്ന് വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ് ചെയ്ത്. അങ്ങനെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഈ ഒരു സ്കൂള് കണ്ടു കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്ത് ഭാഗ്യമാണ് അല്ലേ എന്ന് ഞാൻ മനസ്സിൽ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിയുടെ അടുത്തൊരു കുഞ്ഞു സ്കൂള്, ആ സ്കൂളിൽ കുറേ കുഞ്ഞു നല്ല ഭംഗിയുള്ള കുറച്ച് നല്ല പൂച്ചക്കുട്ടികൾ പോലത്തെ കുറേ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു സ്കൂൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇതാണ് സ്നോ വീഴുന്നത്. ഇവിടോട്ട് പോകാൻ ഭയങ്കര ത്വരയായിട്ടിരിക്കുകയാണ്. അത് നമ്മൾ നാളെ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. അപ്പം കുറേ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്തൊന്ന് പെട്ടുപോയി. ഒരു പാക്കേജിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 മണിക്കൂർ നമ്മൾ പിടിച്ച് നിർത്തിപ്പോയി. സോ അത് നമ്മുടെ സൈഡിലുള്ള ഒരു മിസ്റ്റേക്കാണ്. പാക്കേജ് കണ്ടപ്പോൾ നമ്മൾ ഓടിപ്പോയത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മളൊരു അവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ നമ്മളങ്ങനെ കയറി ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ദോശയാണ് കഴിക്കുന്നത്, പ്ലെയിൻ ദോശ. അതെങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ വഴിയേ പറയാം. അപ്പോൾ ഇതും കൂടി കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ നേരെ ഇനി റൂമിൽ പോവും. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി നാളത്തെ ദിവസമാണ് ബാക്കി കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങളെല്ലാം നാളത്തെ ദിവസമാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ പണ്ട് കുഞ്ഞിലെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിതൊക്കെ നേടിയെടുക്കുമോ, നടക്കുമോ, പോവോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ കൂടി പോയിക്കൊണ്ടിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ സത്യമായിട്ട് വയ്യ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു വലിയൊരു ഹാപ്പിനെസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നാളെ ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് സ്ഥലം എവിടെയാണ് എന്തൊക്കെയാണ് പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഫുഡ് വന്നതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി
എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഡേ 1 ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഏകദേശം ഒരു 3-3:30 ആകുമ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ഇനി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വാട്ടർ ഈറ്റിനിലിട്ടേക്കാം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നാളെ എന്താണ് ആ ഒരു സർപ്രൈസ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നാളത്തെ വീഡിയോസും മണാലി പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഡേ 2 ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.